സ്പോൺസർ ചെയ്താ അല്ല അത് ഞാൻ ഇവിടേക്ക് സ്പോൺസർ ചെയ്ത് വേണ്ടി ബാബാ എന്റെ സമ്മാനം എനിക്കാ അതാ മേടിച്ചേരി സെക്കൻഡ് അതോടെ നോക്കൊന്നും കിട്ടിയില്ല. എന്റെ സമ്മാനം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് കൊടുക്കുകയാണ്. രണ്ടാം സ്ഥാനം കിട്ടിയതിനു വേണ്ടി നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പിന്നെ നമുക്കറിയാം നമ്മുടെ ഓണാഘോഷമായാലും സാറിന്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡ്രസ്സില്ല ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ കൊച്ചുമുടിക്ക് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. എന്ത് പറയുന്നു? വളരെ സന്തോഷം. പല മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങി ആകെ 2 കൂടി അതിലൊന്നിൽ വിജയിച്ചു, ഒന്നിൽ ഓക്കെ. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കൂ. വരൂ. എന്താണ് ഈ വിജയത്തെ കുറിച്ച് പറയാനുള്ളത്? ഒന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങുകയാണ്. എന്ത് പറയുന്നു? ഈ മത്സരത്തിൽ നീ ഫസ്റ്റ് തന്നെ തോൽക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. അത് കഴിഞ്ഞ് നീ തോൽക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. നീ അവസാനത്തിന് തൊട്ട് മുമ്പായി തോൽക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നു. ഒരിക്കലും നീ ജയിക്കില്ല എന്ന് ഞാൻ പറയുന്നു. വാശി പിടിപ്പിക്കുകയാണ്. തങ്കുവിന് ജയത്തിന് ഒരു സാധ്യതയുമില്ല. അതെ, ഓക്കെ. നീ ജയിക്കാൻ സാധ്യത കുറവാണെങ്കിലും നീ ജയിച്ചെന്ന് വരാം. നീ എന്തായാലും ജയിക്കൂല. നീനും പൊട്ടി പാളീസാവും. നിനക്ക് ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കും. ഓക്കെ, എല്ലാവരും ആത്മവിശ്വാസത്തോടെ ആശംസകൾ കൈമാറുകയാണ്. വാശിയേറിയ ഫൈനൽ മത്സരമാണ്. ഇരിക്കാൻ പാടുള്ളതല്ല. ഓടുന്ന ഭാഗത്ത് മുന്നോട്ട് ഓടി ഒരു ചെയർ ഒഴിവാണ് കേട്ടോ. ഒരു ചെയർ ഒഴിവാണ്. എത്ര ആളാണ്? ടീച്ചർ എന്ന് പറയുന്നു ജയിക്കുമോ? ഓക്കെ, ജയിക്കാൻ വീണ്ടും ഒരു ജയം കേടുമോ? മുത്തച്ഛിയെ തോൽപ്പിക്കുമോ? ഇത്രയും ആൾക്കാർ ചേർന്നുകൊണ്ടുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അതെ, ആദ്യമായിട്ട് ഔട്ടായിക്കൊണ്ട് സമ്മാനം നേടിയിരിക്കുകയാണ്. ഇതിങ്ങനെ കസേരക്കളി ഇപ്പൊ ഈ രൂപത്തിലല്ലേ? കസേരക്കളി ഇപ്പൊ കസേരക്കളി തൊപ്പിക്കളിയായി മാറ്റിയിരിക്കുകയാണ്. പലരുടെയും ഈ തോറ്റതിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ തോൽവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ. ഇത്ര ആദ്യം തന്നെ ഓഹോ അത് മുമ്പ് നാഗവല്ലിയെ വിജയിച്ചതിന്റെ ആത്മവിശ്വാസം കൂടിപ്പോയി അല്ലേ? എന്തായാലും മത്സരം ശക്തമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ട് നീനു വളരെ മാറു കമാൺ തോറ്റ് തുപ്പിയിട്ടിരിക്കുകയാണ് പ്രിയ. അങ്ങനെ വീണ്ടും ഒരുപാട് പരീക്ഷകൾക്കൊക്കെ തോറ്റു തൊപ്പിയിട്ട ശേഷം ഇപ്പോൾ കസേരക്കളിയിലും തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ്. തൊപ്പി
തൊപ്പി തൊപ്പി. എന്താണ് നീനു? ലാഫ്റ്റർ യോഗ, come on. പടാ 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 പടാ. ചേച്ചി എന്താണ്? എവിടെ തൊപ്പി തൊപ്പി? എന്ത് പറയുന്നു? എന്ത് പറയുന്നു? എന്ത് പറയുന്നു? കോച്ച് തൊപ്പിട്ടില്ലേ നീ? ഒന്നുകൂടി കൊടുത്തോ, ഒന്നുകൂടി കൊടുത്തോ. നല്ലത്. പോട്ടെ പോട്ടെ പോട്ടെ. നീ തോറ്റോ? പിന്നെന്താണ്? ആ തുടങ്ങിയത് ഇല്ല. അങ്ങനെ വരൂ ലാസ്റ്റ് യോഗ. ഒരുപാട് തോൽവിക്ക് ശേഷം ഈ തോൽവി എന്ത് പറയുന്നു? ഒന്നുകൂടി റിപ്പീറ്റ്. സുജു ഇത്രയും കുറെ നേരം പിടിച്ചു നിന്നു അല്ലേ? കുറെ നേരം പിടിച്ചു നിന്നു. ഒന്ന് റിപ്പീറ്റ് അടിച്ചാടി. കുഴപ്പമില്ല എന്ന് പറയുന്നു. അയ്യോ അപ്രതീക്ഷിതം എന്ത് പറയുന്നു? ഇത്രയും നേരം പിടിച്ചു നിന്നു. അങ്ങനെ 3 പേരിലേക്ക് ഈ മത്സരം ചുരുങ്ങിയിരിക്കുകയാണ്. ആര് കൊണ്ടുപോകുമെന്നുള്ള വാശിയേറിയ മത്സരം. അയ്യോ അങ്ങനെ അമ്മയും മകളും ചേച്ചിയുടെ മകളും എന്തായാലും മത്സരം വിജയം എത്താൻ പോകുന്ന ഒരേ റൂട്ടിലോട്ടാണ്. അങ്ങനെ കുഞ്ഞമ്മ തോറ്റിരിക്കുകയാണ്.
എന്തായാലും ഒരേ വീട്ടിലേക്ക് തന്നെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒരേ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. കുറച്ച് വലുതാക്കി പൂമോളല്ലേ മുദ്രപ്പാതീനെ മാറിയുന്നോളെ മാറിയുന്നോളെ ലങ്കിലങ്കിലങ്കിലങ്കി മാറിയുന്നോളെ ലങ്കിലങ്കിലങ്കിലങ്കി മാറിയുന്നോളെ ലങ്കിലങ്കിലങ്കിലങ്കി മാറിയുന്നോളെ ലങ്കിലങ്കിലങ്കിലങ്കി മാറിയുന്നോളെ പൂമോളല്ലേ പൂമോളല്ലേ മധുരപാതീനെ മാറിയുന്നോളെ കൈയടിച്ചോ എല്ലാവരും ഉഷാറാക്കി തിളക്കമഴിയുന്ന മലര് കരയിലെ കടലിലെ ഉണർത്തുന്ന കരയെ മണിമുത്ത് നിരളുമ്പോൾ ചിരിക്കുന്ന സരസേ തിരകിലെ തിളക്കമഴിയുന്ന മലര് കരയിലെ കടലിലെ ഉണർത്തുന്ന കരയെ മണിമുത്ത് നിരളുമ്പോൾ ചിരിക്കുന്ന സരസേ പൂമാരൻ നീരെ നീല വരുന്നു മോളെ ഇവിടെ ഡാൻസ് മാറിയുന്നോളെ മാറിയുന്നോളെ ഇവിടെ ഡാൻസ് ഉണ്ട് ഇവിടെ ഡാൻസ് ആ പവിളിലെ കരളിലെ മധുകണി തെളിഞ്ഞു പുതുമരം കരം കാട്ടി നിറഞ്ഞു വിരിഞ്ഞു മധുരവ കരുണങ്ങൾ കിലവര തെളിഞ്ഞു. ഓണത്തിന് എന്താ എന്നത്തെ ഡാൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അതിലൊരു ബെഡ്ഷീറ്റ് ഉണ്ട്, അത് മാറ്റിക്കാടാ, അതവിടെ വെച്ച് വെച്ചോ. ആ ഓക്കെ, വരൂ മന്ദം മന്ദമായി ഓണവില്ലിൻ തമ്പുരു വീട്ടും. അല്ല ഇനി ഏത് വേഗം അടുത്ത മോനു? ആ അതന്നെ, അതും കൊണ്ടുവരും. ഇതാ വരൂ, എന്താണ് പറയാനുള്ളത് ഓണത്തിന്? പറയൂ. ഹാപ്പി ഓണം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ എന്താണ് പറയൂ. കുവൈത്തിൽ നിന്നെത്തിയ സ്റ്റാർ ഇവിടെ തിരികെയാണ്. പറയൂ 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 പറയൂ. ഹാപ്പി ഓണം. ഇവിടെ എന്താണ് അങ്ങനെ ഓരോരുത്തരായി മന്ദം മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വരൂ വരൂ. എന്താണ് ഓണത്തിന് പറയാനുള്ളത്? പറയൂ. ഹാപ്പി ഓണം. അങ്ങനെ ഒരു പൊളിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള വരവിലാണല്ലോ നിങ്ങൾ. മൊത്തം പൊളിച്ചട. പ്രിയ, നമ്മുടെ രാജഗിരിയുടെ പ്രിയങ്കരിയായ പ്രിയ, പറയൂ മകളു, പറയൂ എന്താണ് ഹാപ്പി ഓണം? എല്ലാവർക്കും ഓണം ആശംസകൾ. ആണോ? ഞാൻ എന്തൊക്കെയാ ഈ ഷംസുവിടെ പോയി. ഷംസു കബ്രീനി, നമ്മുടെ രണ്ട്
കഴിഞ്ഞ വർഷത്തെ നമ്മളെ ചീഫ് ഗസ്റ്റ് ഇരിക്കുകയാണ് ഇപ്പോൾ. ബ്ലോഗർ ചേച്ചി എന്താണ് പറയുന്നത് ഓണത്തിന്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയാം. നമ്മുടെ യങ്ങസ്റ്റ് ചേച്ചി ഇവിടെ വന്നിരിക്കുകയാണ്. ഹാപ്പി ഓണം. ആണ് നമ്മുടെ പുഞ്ചിരിക്കുന്ന സുജു. എന്താ സുജു, ഓണത്തിന് എന്താ എനിക്ക് പറയാനുള്ളത്? പറഞ്ഞോ. ഹാപ്പി ഓണം. ഹാപ്പി. വരൂ. ഇവരൊക്കെ യൂണിഫോം ആണല്ലേ? യൂണിഫോം അടിക്കടി. എന്താ പറയാ, ഏതോ കല്യാണ ചെറുക്കനെ പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്താ കേട്ടോ നിങ്ങൾ പുതിയ കുപ്പായൊക്കെ ഇട്ട്. നമ്മുടെ കുപ്പായ ഒരുപോലെ അല്ലല്ലോ, പറയുന്നത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സഹോദരിമാർ കടന്നു വരികയാണ്. നമ്മുടെ ഷീജ അവിടെ നിന്ന് ഇപ്പോഴേ ഡാൻസിൻ്റെ അതാ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷീജയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ നമ്മുടെ തള്ളച്ചി വന്നിരിക്കുകയാണ്. തള്ളച്ചി മന്ദമന്ദമായി ഷീജ നമ്മുടെ ശക്തമായ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴ ഇതാ ഏ സദ്യ അവിടെ എത്തിയിരിക്കും. പായസം, വെള്ളം എത്ര വേണേലും വെള്ളടിക്കാം. വെള്ളം. മുനീർ സാഹിബിനെ ചാട്ടം കണ്ടപ്പോ ഒരു സംശയം വല്ലതും ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? നമുക്ക് പച്ചവെള്ളം മതി. പച്ചവെള്ളം. മുനീർ സാഹിബ് തന്റെ ഒപ്പനപ്പാട്ടുകൾക്ക് വേണ്ടി ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് ആദ്യമായി എത്തിയ 3 പേരാണ് ഈ കിടക്കുന്നത്. എന്താണ് നിനക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? വെരി ഗുഡ്. ആങ്കർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരും ഇന്ന് ഓണം തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചോദിച്ചത് ഇക്കല്ല ആങ്കർ ചെയ്യാന്നാ ചോദിച്ചത്. അത്രയും നിങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞ ഇക്ക വരും, ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ മുജീബ് സാഹിബ് ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല പൈസ കേട്ടോ ആങ്കറിങ്ങിന്. ഞാനല്ലത് കേൾക്കേണ്ടത്. നീനു, come on നീനു, how are you? എന്ത് പറയുന്നു? വരൂ. ഓ വരൂ. എങ്ങോട്ടാ പോകുന്നത്? സദ്യ ആയിട്ടില്ല പോലെ. അതാ പപ്പടം, ഓണപ്പപ്പടം അല്ലേ? ആയിട്ടില്ല, കൊള്ളാവുന്നേ ഉള്ളൂ. നാട്ടേ നമ്മുടെ ജേക്കബ് സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ജേക്കബ് സാർ നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ ചീഫ് ഗസ്റ്റ് ജേക്കബ് സാർ. എല്ലാവരും നല്ല സെൽഫി എടുത്തുകൊണ്ടിരിക്കുക അല്ലേ രേജി? സെൽഫിയുടെ ആവേശത്തിലാണ് എല്ലാവരും. നിങ്ങളൊന്നുകൂടിയും ചെറുപ്പമായിട്ടുണ്ടല്ലോ. അതെ, അതിൻ്റെ രഹസ്യം എന്താണ്? ഓരോ തോന്നലല്ലേ? അതൊക്കെ ഓരോ തോന്നലല്ലേ? തോന്നലല്ല, ഞങ്ങൾ കാണുകയാണല്ലോ, കണ്ടതാണല്ലോ പറയുന്നത്. എന്തായാലും ഫുൾ എനർജി യങ് ആയിട്ടുണ്ട് ഈ ഓണത്തിന്. വരൂ ദേജി, വരൂ. ഇതിനാണ് നമ്മുടെ കാറ്ററിംഗ് സർവീസ് അല്ലേ? എൻ്റെ അല്ലേ കാറ്ററിംഗ് സർവീസ് അല്ല, ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ സർവീസ്. അല്ല, ഓണത്തിന് എന്ത് ഇൻഡസ്ട്രിയൽ സർവീസ്? ഇതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തല്ലേ? ഈ ക്യാമറനേക്കാളും നിങ്ങൾ